Tech and Science Website Creation Part 4 സ്വാഗതം. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സെക്കൻഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ bootstrap 4 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങളുടെ വെബ് ബ്രൗസറിൽ bootstrap 4 എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം കാണാൻ സാധിക്കുന്ന getbootstrap.com എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ബൂട്ട്സ്ട്രാപ്പിന്റെ ഹോം പേജ്. ബൂട്ട്സ്ട്രാപ്പിന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ 5.1.3 ആണ്. പക്ഷെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബൂട്ട്സ്ട്രാപ്പ് 4.5 ആണ്. 4.5 എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഓൾ റിലീസസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വേർഷൻ 4ന്റെ താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ 4.5 എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലെ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ കമ്പൈൽഡ് CSS ആൻഡ് JS എന്ന് കാണാൻ സാധിക്കും. അത് ബൂട്ട്സ്ട്രാപ്പിന്റെ മിനിഫൈഡ് CSSഉം JS ഫയലും മാത്രമാണ്. ബൂട്ട്സ്ട്രാപ്പ് 4 ഒരു ഓപ്പൺ സോഴ്സ് ഫ്രെയിംവർക്ക് ആണ്. ബൂട്ട്സ്ട്രാപ്പ് 4 ഫുള്ള് സോഴ്സ് ഫയൽസും ഡോക്യുമെന്റേഷനും ഉൾപ്പെടെ എല്ലാം നമുക്ക് ഡൗൺലോഡ് സോഴ്സ് എന്ന ഈ ബട്ടണിലൂടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ടായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പോണൻസും ലേഔട്ടുമാണ്. അത് നമുക്ക് ഡൗൺലോഡ് എക്സാമ്പിൾസ് എന്ന ഈ ബട്ടൺ വഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്യുന്നത് കമ്പൈൽഡ് CSS ആൻഡ് JS ആണ്. കമ്പൈൽഡ് CSS ആൻഡ് JS എന്ന ഹെഡിങ്ങിന് താഴെ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതൊരു സിപ്പ് ഫയലായിട്ടാണ് ഡൗൺലോഡ് ആയിട്ടുള്ളത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് 4.5 എന്ന ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് JS, CSS എന്നീ 2 ഫോൾഡറുകൾ കാണാൻ സാധിക്കും. നമുക്ക് ഈ സിപ്പ് ഫയലിൽ നിന്നും 2 ഫയലുകളാണ് ആവശ്യമുള്ളത്. JS എന്ന ഫോൾഡറിൽ നിന്നും bootstrap.min.jsഉം CSS എന്ന ഫോൾഡറിൽ നിന്നും bootstrap.min.cssഉം. ഈ 2 ഫയലുകൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ഫോൾഡറിൽ ഞാൻ 2 പുതിയ ഫോൾഡർ കൂടി ക്രിയേറ്റ് ചെയ്യുന്നു. CSS, JS. CSSൽ നിന്നും bootstrap.min.cs CSSലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. bootstrap.min.js JS എന്ന ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ബൂട്ട്സ്ട്രാപ്പ് 4ലെ bootstrap.min.js എന്ന ഫയൽ ശരിയായി വർക്ക് ചെയ്യാനായി jQueryയുടെ ലേറ്റസ്റ്റ് വേർഷനും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ വെബ് ബ്രൗസറിൽ കയറി jQueryയുടെ ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. അതിനായി jQuery എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കാണുന്ന jQuery.com എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ദ കംപ്രസ്ഡ് പ്രൊഡക്ഷൻ jQuery 3.6.0 എന്ന് കാണാൻ സാധിക്കും. 3.6.0 ആണ് jQueryയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ. ഞാൻ jQueryയുടെ മിനിഫൈഡ് 3.60 വേർഷൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ടെക്സ്റ്റ് കാണാൻ സാധിക്കും. അവിടെ Ctrl+S ക്ലിക്ക് ചെയ്യുക. ഈ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ട്യൂട്ടോറിയൽ എന്ന ഫോൾഡറിലെ JS എന്ന ഫോൾഡറിൽ bootstrap.min.jsന്റെ കൂടെ jQuery.min.js എന്ന് റീനെയിം ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബൂട്ട്സ്ട്രാപ്പ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ വെബ്സൈറ്റിനായി ഒരു ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.